ഷാഫി പറമ്പിലിനെതിരായ പോലീസ് ലാത്തിചാർജിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് നീങ്ങുകയാണ്. കോഴിക്കോട്ട് IG ഓഫീസിന് മുന്നിൽ റോഡ് ഉപരോധിച്ച UDF പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നു. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ റോഡ് ഉപരോധിച്ച് കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുക തന്നെയാണോ? എന്താണ് നേതാക്കൾ പറയുന്നത്? സ്മൃതി, ഇപ്പോൾ റോഡിന്റെ മറ്റൊരു ഭാഗം കൂടി, നേരത്തെ നടക്കാവ് കണ്ണൂർ റോഡ് ഉപരോധിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ഒരു ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. ആ ഭാഗം കൂടി ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ പൂർണ്ണമായും ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും പോലീസ് അവിടുന്ന് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഈ കണ്ണൂർ റോഡിലെ ഗതാഗതം എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മാത്രമല്ല, മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് അധിക നേരം ഉപരോധിക്കാൻ പോലീസ് ഒരുപക്ഷെ അനുവദിച്ചെന്ന് വരില്ല. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട റോഡ് ഉപരോധിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമെങ്കിലും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരുന്നു. ആ ഭാഗം കൂടി അടച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് പൂർണ്ണമായി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുകയാണ്. പോലീസ് IG ഓഫീസിനുള്ളിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറുന്നു. നേരത്തെ പ്രവർത്തകർ ഒരു ഭാഗത്ത് കുത്തിയിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ IG ഓഫീസിലേക്ക് തള്ളിക്കയറി അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെ നടക്കാവ് പോലീസ് സ്റ്റേഷന് മുമ്പിലുണ്ട്. ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഉത്തരമേഖല ADGPയുടെ കാര്യാലയവും അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓഫീസുകൾക്കും, പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ IG ഓഫീസ് ADGPയുടെ ഓഫീസിന് മുമ്പിലും വലിയ പോലീസ് സന്നാഹം നിർത്തിയിരുന്നു. അതേപോലെ തന്നെ ബാരിക്കേഡുകൾ വെച്ചിരുന്നു. ആ ബാരിക്കേഡുകൾ മറികടന്ന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് IG ഓഫീസിന് മുന്നിൽ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം മുന്നോട്ട് നീങ്ങുന്നതാണ് കാണുന്നത്. രഞ്ജിത്ത്, ഇവിടെ ഒരു സംഘർഷ സാധ്യതയാണോ കാണുന്നത്? ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോകുന്നുണ്ടോ പ്രതിഷേധം? രഞ്ജിത്ത്, ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ട് പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു. എന്താണ് അപ്പോൾ നൽകാവുന്ന വിവരം?
IG ഓഫീസിലേക്കുള്ള മാർച്ചാണ്. രഞ്ജിത്ത്, ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. IG ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ. പ്രതിഷേധം രോഷത്തോടെ പ്രവർത്തകർ അപ്പോൾ അവിടെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സ്മൃതി, ബാരിക്കേഡ് മറികടക്കാനും അതുപോലെ IG ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാനുമാണ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ തന്നെ പ്രവർത്തകരെ അനുനയിപ്പിച്ച് റോഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ അനുനയത്തിന് കൂട്ടാക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പോലീസിന് നേരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പോലീസിന് നേരെ ആക്രോശിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നു. ആദ്യത്തെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പ്രവർത്തകർ ആൾക്കൂട്ടം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. പക്ഷേ ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഒരു കൂട്ടം പ്രവർത്തകർ റോഡ് ഉപയോഗിക്കുമ്പോൾ മറുകൂട്ടം ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വലിയ ബഹളവും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നത്. DCCയുടെ ഭാരവാഹികളൊക്കെ ഇടപെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അനുനയത്തിന് കൂട്ടാക്കാത്ത ഒരു വിഭാഗം ഇപ്പോഴും ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൂട്ടം കൂടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറുഭാഗത്ത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനങ്ങൾ പൂർത്തിയാക്കി ഈ പ്രതിഷേധ സംഘവും ഉദ്ഘാടനം പൂർത്തിയാക്കി പിരിഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു. നേതാക്കന്മാർ, MP-മാരും MLA-മാരും ഉൾപ്പെടെയുള്ളവരൊക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനകത്തേക്ക് തള്ളിക്കയറാനും ഒക്കെയുള്ള ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോഴും അവർ സ്റ്റേഷന് മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുകയാണ്. പോലീസ് ഭാഗത്തുനിന്നുള്ള ആദ്യത്തെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ഈ കൂട്ടം കൂടി നിൽക്കുന്നവർ പിരിഞ്ഞു പോകണം എന്ന അർത്ഥത്തിൽ ആദ്യത്തെ മുന്നറിയിപ്പ് പോലീസ് ഈ പ്രവർത്തകർക്ക് കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ DCCയുടെ ഭാരവാഹികൾ ഇടപെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അവരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം DCC ഭാരവാഹികളൊക്കെ നടത്തുന്നു. DCC പ്രസിഡന്റ് ഉൾപ്പെടെ അവരെ അനുനയിപ്പിച്ച് മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ മുഴുവൻ ആളുകളെയും പ്രവർത്തകരെ മുഴുവനായിട്ടും ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് DCC ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചായി പോകാനുള്ള തീരുമാനമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെ, വലിയൊരു സന്നാഹം പോലീസ് ഇവിടെ ഒരുക്കിയിരുന്നു. പോലീസുമായി ഉന്തും തള്ളും കുറച്ചു നേരം മാത്രമാണ് നീണ്ടുന്നത്. ഇപ്പോൾ DCCയുടെ ഭാരവാഹികൾ തന്നെ ഇടപെട്ട് അവരെ അനുനയിപ്പിച്ച് അവരെ പിൻവലിപ്പിക്കുകയാണ്. അവർ നേരെ മുദ്രാവാക്യം വിളിച്ച് DCC ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനമായി പോകാനുള്ള നീക്കമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു പ്രകോപനം വേണ്ട എന്നുള്ളതാണ് DCC ഭാരവാഹികളൊക്കെ പറയുന്നത്. അത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കി പോലീസിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഇന്നലേക്ക് ഉണ്ടായ പോലൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം കൃത്യമായി നൽകുന്നുണ്ട്. KPCC ജനറൽ സെക്രട്ടറി ജയന്ത് ഉൾപ്പെടെ DCC പ്രസിഡന്റ് പ്രവീൺ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ സ്റ്റേഷന് മുന്നിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനകത്തേക്ക് പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആരും സ്റ്റേഷനകത്തേക്ക് പോകേണ്ടതില്ല. പൂർണ്ണമായും എല്ലാവരെയും അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം അത് പോലീസിന്റെ ഭാഗത്തു നിന്നല്ല, DCCയുടെ ഭാരവാഹിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുനയ നീക്കം ഉണ്ടാവുകയാണ്. ഇത്തരത്തിലൊരു പ്രകോപനവും
പോലീസുമായി ഒന്നും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം, പോലീസുമായി ബലപ്രയോഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതില്ല എന്ന് തന്നെയാണ് DCC ഒരു തീരുമാനം. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയൊക്കെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് DCC ഭാരവാഹികൾ തന്നെ ഇടപെട്ടുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. DCC പ്രസിഡന്റ് ഉൾപ്പെടെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഇന്നലെ ഷാഫിക്കെതിരായിട്ടുണ്ടായ ആക്രമണത്തിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ മുദ്രാവാക്യം വിളിച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒരു വൈകാരിക വിഷയം കൂടിയാണ്. കോഴിക്കോട് ഷാഫി പറമ്പിലിനെ പോലെ ഒരു MP നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി. പോലീസിന്റെ ഒരു പോലീസിനെതിരായ പ്രതിഷേധം പൂർണ്ണമായും ഈ രീതിയിൽ പോരാ എന്ന രീതിയിലുള്ള ഒരു വൈകാരിക പ്രകടനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അവിടെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ നേതാക്കൾ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും കാണാം. പൂർണ്ണമായും അനുനയിപ്പിക്കാനാണ്